1 ശമൂവേൽ അധ്യായം 27. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിക്കേയുള്ളൂ, ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും, ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. അങ്ങനെ ദാവീദ് പുറപ്പെട്ടു. താനും കൂടെയുള്ള 600 പേരും ഗത്ത് രാജാവായ മാവോക്കിന്റെ മകൻ ആഹീഷിന്റെ അടുക്കൽ ചെന്നു. ഇസ്രായേൽക്കാരത്തിയായ അഹീനോവം നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്ന 2 ഭാര്യമാരുമായി ദാവീദും കുടുംബസഹിതം അവന്റെ എല്ലാ ആളുകളും ഗത്തിൽ ആഹീഷിന്റെ അടുക്കൽ പാർത്തു. ദാവീദ് ഗത്തിലേക്ക് ഓടിപ്പോയി എന്ന് ശൗലിന് അറിവ് കിട്ടി. അവൻ പിന്നെ അവനെ അന്വേഷിച്ചതുമില്ല. ദാവീദ് ആഹീഷിനോട്, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നാട്ടുംപുറത്ത് ഒരു ഊരിൽ എനിക്ക് ഒരു സ്ഥലം കൽപ്പിച്ച് തരുവിക്കണം, അവിടെ ഞാൻ പാർത്തുകൊള്ളാം. രാജനഗരത്തിൽ നിന്റെ അടുക്കൽ അടിയൻ പാർക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ആഹീഷ് അന്ന് തന്നെ അവന് സിക്ലാഗ് കൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് സിക്ലാഗ് ഇന്ന് വരെയും യഹൂദ രാജാക്കന്മാർക്കുള്ളതായിരിക്കുന്നു. ദാവീദ് ഫെലിസ്ത്യ ദേശത്ത് പാർത്ത കാലം 1 ആണ്ടും 4 മാസവുമായിരുന്നു. ദാവീദും അവന്റെ ആളുകളും ഗശൂര്യരെയും ഗസ്രിയരെയും അമാലേക്യരെയും ചെന്ന് ആക്രമിച്ചു. ഇവർ ശൂർ വരെയും മിസ്രയീം ദേശം വരെയുമുള്ള നാട്ടിലെ പൂർവ്വനിവാസികളായിരുന്നു. എന്നാൽ ദാവീദ് ആ ദേശത്തെ ആക്രമിച്ചു പുരുഷന്മാരെയും സ്ത്രീകളെയും ജീവനോടെ വച്ചേച്ചില്ല. ആടുമാടുകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയൊക്കെയും അപഹരിച്ചുകൊണ്ട് അവൻ ആഹീഷിന്റെ അടുക്കൽ മടങ്ങി വന്നു. നിങ്ങൾ ഇന്ന് എവിടെയായിരുന്നു പോയി ആക്രമിച്ചത് എന്ന് ആഹീഷ് ചോദിച്ചതിന്, യഹൂദയ്ക്ക് തെക്കും യെരഹ്മേല്യർക്ക് തെക്കും കേന്യർക്ക് തെക്കും എന്ന് ദാവീദ് പറഞ്ഞു. ദാവീദ് ഇങ്ങനെയൊക്കെയും ചെയ്തു. അവൻ ഫെലിസ്ത്യരുടെ ദേശത്ത് പാർത്ത കാലമൊക്കെയും അവന്റെ പതിവ് ഇതായിരുന്നു എന്ന് അവർ നമ്മെക്കുറിച്ച് പറയരുത് എന്ന് വച്ച് ഗത്തിൽ വിവരം അറിയിപ്പാൻ തക്കവണ്ണം ദാവീദ് പുരുഷനെയാകട്ടെ സ്ത്രീയെയാകട്ടെ ജീവനോടെ വച്ചേച്ചില്ല. ദാവീദ് സ്വജനമായ ഇസ്രായേലിന് തന്നെത്താൻ നാറ്റിച്ചതുകൊണ്ട് അവൻ എന്നും എൻ്റെ ദാസനായിരിക്കും എന്ന് പറഞ്ഞ് ആഹീഷ് അവനിൽ വിശ്വാസം വച്ചു.